അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്ക് മാത്സിൽ വരുന്നത് പേഴ്സൻറ്റേജ് ആണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് എഴുതി വെച്ചോ, പേഴ്സൻറ്റേജ് എന്ന് എഴുതി വെച്ചോ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ശതമാനം എന്ന് പറയാം. പേഴ്സൻറ്റേജ് മാത്സിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് പേഴ്സൻറ്റേജ്. മലയാളത്തിൽ നമുക്ക് ശതമാനം എന്ന് പറയാം. ഓക്കെ, എഴുതി വെച്ചില്ല എല്ലാവരും? അപ്പോൾ നിങ്ങൾ ശതമാനം പഠിക്കുന്നത് കുറേ രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം, കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ നമ്മളിവിടെ വിടുകയാണ്. ഇവിടുന്ന് മുതൽ ശ്രദ്ധിക്കുക. അതായത് ഇനി നമ്മൾ പഠിക്കുന്ന ഈ കുറച്ച് കൺസെപ്റ്റ് മാത്രം മതി പേഴ്സൻറ്റേജിൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് സിമ്പിളായി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു നമ്പറാണ് ഈ 100 എന്ന് പറയുന്ന നമ്പർ. ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് പഠിക്കേണ്ട നമ്പർ 100 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 100% വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, 100% വെച്ചിട്ടാണ് എല്ലാതും ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് 100 എന്നുള്ള സംഭവമാണ്. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്കൊരു സംഖ്യ തന്നു. അതായത് നിങ്ങൾക്കിപ്പോൾ 700 എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നു. ഈ സംഖ്യയുടെ 100% എത്രയെന്ന് ചോദിച്ചാൽ, ഈ സംഖ്യയുടെ 100% എത്രയെന്ന് ചോദിച്ചാൽ എത്ര തന്നെയായിരിക്കും? 700 തന്നെ ആയിരിക്കും. അതായത് ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈ 600 എന്ന് പറയുന്നതിൻ്റെ 100% എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 600 തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, 500 എന്ന് പറയുന്നതിൻ്റെ 100% എന്താണ്? 500 തന്നെയാണ്. ഓക്കെ, എന്നാൽ അടുത്തത് 62.5 എന്ന് പറയുന്നതിൻ്റെ 100% എത്രയാണ്? 62.5 ആണ്. അതായത് ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സംഖ്യ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പറ, 375ൻ്റെ 100% എന്താ? ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. 375ൻ്റെ 100% എന്ന് പറഞ്ഞാൽ എത്ര? 375ൻ്റെ 100%. അത്രേ ഉള്ളൂ, 375. അതായത് നമ്മളോടൊരു സംഖ്യയുടെ 100% എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യയാണ്. ഫസ്റ്റ് പോയിന്റ് സെറ്റ് അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഏതൊരു സംഖ്യയുടെയും 100% എന്ന് ചോദിച്ചാൽ എന്താണ്? അതേ സംഖ്യ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 100% കാണാൻ അറിയാലോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് 50%. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, 100%ൻ്റെ എന്താണ് 50% എന്ന് പറഞ്ഞാൽ? പകുതിയല്ലേ? ഓക്കെ, 100%ൻ്റെ പകുതിയാണ് 50. അപ്പോൾ നമുക്കറിയാം, ഒരു സംഖ്യ നമുക്ക് തന്നു. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ 300 എടുക്കാം. ഈ 300ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 300 തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് 300ൻ്റെ 50% കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്തറിയാം? 100ൻ്റെ പകുതിയല്ലേ 50 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് 100% എന്ന് നമുക്കറിയാം. അതിൻ്റെ പകുതി കണ്ടാൽ മതി. എത്ര? 150 ആൻസർ വരും. വല്ല ഇക്വേഷനും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. നമുക്കൊരു സംഖ്യ തന്നിട്ട് അതിൻ്റെ 50% എന്താണെന്ന് ചോദിച്ചാൽ ആ സംഖ്യയുടെ പകുതി കണ്ടാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റാണോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണെന്നും പഠിച്ചു. അതുപോലെ തന്നെ ഒരു സംഖ്യയുടെ 50% ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യയുടെ പകുതിയാണെന്നും പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംഖ്യയുടെ 25%. ഒരു സംഖ്യയുടെ 25. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു സംഖ്യയുടെ 25% കാണാനാണ് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതായത് 600 എന്ന് പറയുന്ന സംഖ്യയുടെ 25% എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം 600ൻ്റെ 100% എന്താണ്? 600 തന്നെയാണ്. ഓക്കെ, 600ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 600 തന്നെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 100ഉം 25ഉം തമ്മിലുള്ള ബന്ധം എന്താ? നമ്മൾ നേരത്തെ എന്താ പഠിച്ച്? 100ഉം 50ഉം തമ്മിലുള്ള ബന്ധം എന്താ പഠിച്ച്? 100ൻ്റെ പകുതിയാണ് എന്ത്? 50 എന്ന് പറയുന്നത്. അപ്പോൾ 100ൻ്റെ എന്താണ് 25? പകുതിയുടെ പകുതിയല്ലേ? ഓക്കെ, 100ൻ്റെ എന്താണ് 25? പകുതിയുടെ പകുതി. അപ്പോൾ നമ്മളോട് സംഖ്യ തന്നു, അതായത് 600 എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നു. ഇതിൻ്റെ 25% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് 600/100 ഇൻറ്റു 25 എന്നൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമുക്കറിയാം 100ൻ്റെ എന്താണ് 25? പകുതിയുടെ പകുതിയാണ്. അപ്പോൾ നമുക്കറിയാലോ 600 എന്ന് പറഞ്ഞാൽ 100%ആണ്. അപ്പോൾ അതിൻ്റെ 25% കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 600ൻ്റെ പകുതിയായിട്ടുള്ള 300, അതിൻ്റെ പകുതിയായിട്ടുള്ള 150. അതായത് ഒന്നുമില്ല, നിങ്ങളുടെ അടുത്ത് ഏതൊരു സംഖ്യയുടെ 25% ചോദിച്ചു കഴിഞ്ഞാലും ആ സംഖ്യയുടെ പകുതിയുടെ പകുതി കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ, 1000ൻ്റെ 25% എത്ര? 1000ൻ്റെ 25% എത്ര? ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. 1000ൻ്റെ 25%. അത്രേ ഉള്ളൂ. 1000ൻ്റെ 25% ചോദിച്ചു കഴിഞ്ഞാൽ പെന്നും പേപ്പറും ഒക്കെ അവിടെ വെച്ചോ. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്താണ് 1000ൻ്റെ 25% എന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതി. അതായത് 1000ൻ്റെ പകുതി നമുക്ക് എന്താണെന്നറിയാം? 500 അറിയാം. അതിൻ്റെ പകുതി എന്താണെന്നറിയാം? 250. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് 8000 രൂപയുടെ 25% എത്രയാണ്? 8000 രൂപയുടെ 25% എത്രയാണ്? വേഗം ഒന്ന് കമൻറ്റ് ചെയ്ത്. അത്രേ ഉള്ളൂ.
8,000 രൂപയുടെ 25% എത്ര? 2,000. സിമ്പിൾ പരിപാടി. പെന്നും പേപ്പറും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഒന്നുമില്ല. 25% ചോദിച്ചാൽ പകുതിയുടെ പകുതി, 8,000ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4,000 ആണ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2,000 ആണ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ, ഇതൊന്നും നമ്മൾ ജസ്റ്റ് ഒരു ഡെമോന് കാണിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് അല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളോട് ഇനിയിപ്പോൾ ഒരു എക്സാം ഹാളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വന്നു, എടാ 10,000 രൂപയുടെ 25% കണ്ടുപിടിക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ 25% കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ആ സംഖ്യയുടെ പകുതിയുടെ പകുതി കണ്ടാൽ മതി. അപ്പോൾ 10,000ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5,000 ആണ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2,500 ആണ്. ആൻസർ ആയോ? ഓപ്ഷൻ നോക്കിയിട്ട് 2,500 ടിക്ക് ചെയ്യേണ്ട പരിപാടിയുള്ളൂ, വേറെ പെന്നും പേപ്പറും പരിപാടി ഒന്നും എടുക്കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയെന്ന് പഠിച്ചു. അതായത് 300ന്റെ 100% ചോദിച്ചാൽ 300 ആണ്. അതുപോലെ തന്നെ ഒരു സംഖ്യയുടെ 50% കാണാൻ പറഞ്ഞാൽ ആ സംഖ്യയുടെ പകുതി കണ്ടാൽ മതി. അതായത് 300ന്റെ 50% എത്രയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 100% 300 ആണ്. അപ്പോൾ അതിന്റെ പകുതിയാണ് 50%. അതായത് 300ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 150 ആണ്. പിന്നെ നമ്മൾ അടുത്തത് എന്ത് പഠിച്ചു? 25%. ഏതൊരു സംഖ്യയുടെ 25% ചോദിച്ചു കഴിഞ്ഞാലും ആ സംഖ്യയുടെ പകുതിയുടെ പകുതി കണ്ടാൽ മതി. നിങ്ങളോട് ചോദിക്കുകയാണ് 1000ന്റെ 25% എന്താണ്? എന്താണ്? ആ സംഖ്യയുടെ പകുതിയുടെ പകുതി കണ്ടാൽ മതി. അതായത് 1000ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 500 ആണ്, 500ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 250 ആണ്. ഇത്രേ പരിപാടിയുള്ളൂ. സെറ്റാണോ? ഇപ്പോഴത്തെ ഈ 3 പോയിന്റ് സെറ്റാണോ? സെറ്റാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ, വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഇപ്പോഴത്തെ ഈ 3 പോയിന്റ്സും സെറ്റാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചോട്ടോ, സ്പോട്ട് ചോദിച്ചോ, നമ്മളിതൊക്കെ സെറ്റാക്കിയിട്ടേ പോവുള്ളൂ. ഒരൊറ്റ സംഭവം പോലും വിടാതെ നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആക്കി മാത്രമേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. സമയത്തിന്റെ കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ട, നമ്മൾ ഈ ക്ലാസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഇത് നിർത്തി പോവുള്ളൂ. ഒരു പേടിയും പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഡൗട്ട് വന്ന് അവിടെ കറക്റ്റ് ആയിട്ട് ചോദിച്ചോ, ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമ്മളിപ്പോൾ ശതമാനം കാണാൻ എന്തൊക്കെ പഠിച്ചു? 100% പഠിച്ചു, 50% പഠിച്ചു, 25% പഠിച്ചു. ഇത്രയും ശതമാനങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്തത് നമ്മളൊരു സംഖ്യയുടെ ശതമാനം പഠിക്കാൻ പോകുന്നത് 10%ആണ്. അതായത് നമ്മളോട് പറയാം, നമുക്ക് ഏത് സംഖ്യ വന്നോട്ടെ, അതായത് 600 എന്ന് പറഞ്ഞൊരു സംഖ്യ വന്നു, ഇതിന്റെ 10% എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. 10% ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് മാറ്റി കൊടുക്കുക, അതായത് എത്ര വരിക? 60. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 500ന്റെ 10% എന്താണ്? ജസ്റ്റ് ഒരു പോയിന്റ് മാറ്റി കൊടുക്കുക, എത്ര വരിക? 50. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് 800ന്റെ 10% എന്താണ്? ഒരു പോയിന്റ് മാറ്റി കൊടുക്കുക, എന്താണ്? 80. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് 662.5ന്റെ 10% എന്താണ്? 62.5ന്റെ 10% എന്താണ്? വേഗം കമന്റ് ചെയ്ത്. 62.5ന്റെ 10% എന്താണ്? ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ച അതേ സംഭവം. അതായത് ഒരു പോയിന്റ് ഇവിടെ ഇപ്പോൾ പോയിന്റ് കിടക്കുന്നത്, ആ പോയിന്റ് ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. അതായത് 6.25 വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മളോട് ഏതൊരു സംഖ്യ ആയിക്കോട്ടെ, നമുക്കറിയാലോ നമ്മുടെ ഇതിൽ കണക്ക് മാത്സിൽ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് അറിയില്ല, ഏതൊരു സംഖ്യ ഞാൻ അവരെങ്ങനെ വേണമെങ്കിലും ചോദിച്ചോട്ടെ, 10% ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. നമ്മളോട് ഇപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് 72.7ന്റെ 10% എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഇവിടെ പോയിന്റ് കിടക്കുന്നത്, അത് നമ്മൾ മാറ്റിയിട്ട് ജസ്റ്റ് എവിടെ ഇട്ട് കൊടുത്തു? ഒരു പോയിന്റ് മാറ്റിയിട്ട് കൊടുത്തപ്പോൾ 7.27 വരും. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ് 325ന്റെ 10% എത്രയാണ്? ഒന്നുമില്ല, ഒരു പോയിന്റ് മാറ്റിയിട്ട് കൊടുത്തു, എത്ര വരിക? 32.5 ആണ്. സെറ്റാണോ? 10% കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പെന്നോ പേപ്പറോ എടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്ത് ചെയ്താൽ മതി? 10% കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പോയിന്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും പഠിച്ചല്ലോ, ക്ലിയർ അല്ലേ? നമ്മൾ 100% പഠിച്ചു, 50% പഠിച്ചു, 25% പഠിച്ചു, അതിന് ശേഷം ഇത് പഠിച്ചു, 10% പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് 1%ആണ്. അതായത് ഏതൊരു സംഖ്യയുടെയും 1%. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. 100ന്റെ 1% എന്താണ്? നമ്മൾ 10% കാണാൻ എന്താ ചെയ്ത്? ഒരു പോയിന്റ് മാറ്റിയിട്ട് കൊടുത്തിട്ട് 10 എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒറ്റ, 10, 100, 1000, 10,000 ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ ചെറുപ്പത്തിൽ? അതേ പരിപാടി തന്നെ. നിങ്ങളോട് ഒരു സംഖ്യയുടെ 10% ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പോയിന്റ് മാറ്റിയിട്ട് കൊടുക്കുക, 1% ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കൂടി മാറ്റിയിട്ട് കൊടുത്താൽ അതിന്റെ ആൻസർ എന്ത് വരും? 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 500ന്റെ 1% എന്താ? 500ന്റെ 1% എന്താ? 5 ആണ്. കാരണം ഒരു പോയിന്റ് മാറ്റിയിട്ട് കൊടുത്താൽ 10 ആണ്. അപ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. പക്ഷെ നമ്മൾ 1% ചോദിച്ചു, അപ്പോൾ ഒരു പോയിന്റ് കൂടി മാറ്റണം, അതായത് 5 മാത്രം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 800ന്റെ 1% എന്താ? 800ന്റെ 1% എന്താ? 8 ആണ്. കാരണം എന്താ? 2 പോയിന്റ് മാറ്റിയിട്ട് കൊടുത്തു. 10% ചോദിച്ചു, ഒരു പോയിന്റ് മാറ്റിയിട്ട് കൊടുക്കണം. ഇവിടെ 1% ചോദിച്ചുകൊണ്ട് 2 പോയിന്റ് മാറ്റിയിട്ട് കൊടുത്തു, 8 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 725ന്റെ 1% എത്ര? 725ന്റെ 1% എത്ര? അത്രേ ഉള്ളൂ. അതായത് 2 പോയിന്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. 1% ചോദിക്കുമ്പോൾ 2 പോയിന്റും
10% ചോദിക്കുമ്പോൾ 1 പോയിന്റ്. ഇപ്പോൾ ഇവിടെ 1% ചോദിച്ചുകൊണ്ട് 2 പോയിന്റ് മാറ്റിയിട്ട് ആൻസർ എന്ത് വരും? 7.25. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി 727ന്റെ 1% എന്താണ്? സോറി, 827ന്റെ 1% എന്താണ്? 827ന്റെ 1%. അത്രേ ഉള്ളൂ. 2 പോയിന്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. 8.27. ഇപ്പോൾ 1% ക്ലിയർ ആയോ? 1% സെറ്റായോ? ഒന്ന് പറഞ്ഞേ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഏതൊരു സംഖ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ ഒന്നിൽ പോലും പെന്നും പേപ്പറും യൂസ് ചെയ്യേണ്ട ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ഏതൊരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ 100% ചോദിച്ചാൽ ആ സംഖ്യ തന്നെയായിരിക്കും. 50% ചോദിച്ചാൽ അതിൻ്റെ പകുതി ആയിരിക്കും. 25% ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യയുടെ പകുതിയുടെ പകുതിയായിരിക്കും. 10% ചോദിച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് 1 പോയിന്റ് മാറ്റിയിട്ട് കൊടുക്കുക. 1% ചോദിച്ചാൽ റൈറ്റ് സൈഡിൽ നിന്ന് 2 പോയിന്റ് മാറ്റിയിട്ട് കൊടുക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേഴ്സൻറ്റേജ് പറയുന്ന ടോപ്പിക്കിൻ്റെ 50% പഠിച്ചു. ഇത്ര പഠിച്ചാൽ മതി. ഇവിടെ ഇക്വേഷനും ഇല്ല, ഒരു പരിപാടി ഇല്ല. നമ്മൾ ഇക്വേഷൻ ഒന്നും തൊടാൻ പോകുന്നില്ല. ഈ ഒരു ലെവലിലാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ 50% നിങ്ങൾ അത് ക്ലിയർ ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. അപ്പം എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ഈ പഠിച്ചതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 500 എന്ന് പറയുന്ന സംഖ്യയുടെ 11% എത്രയാണ്? 500 എന്ന് പറയുന്ന സംഖ്യയുടെ 11% എത്രയാണ്? ഒന്ന് വേഗം കണ്ടു നോക്കിയേ. മാക്സിമം പെന്നൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ കാണാൻ നോക്ക് കേട്ടോ. 500 എന്ന് പറയുന്ന സംഖ്യയുടെ 11% എന്താണ്? 500 എന്ന് പറയുന്ന സംഖ്യയുടെ 11%. ഓക്കെ ഓക്കെ. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. 55 കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഈ 11% തരുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് 11%ത്തിനെ കാണേണ്ട ആവശ്യമില്ല. നമുക്കിതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താക്കാം? 10%, 1% ആക്കാം. ഓക്കെ. ഒരുമിച്ച് നമ്മൾ എന്ത് കാണണ്ട? 11% എടുത്ത് കാണണ്ട. എന്താക്കാം? 10%, 1%. കാരണം നമുക്ക് എന്താ, ഏതൊരു സംഖ്യ തന്നു കഴിഞ്ഞാലും അതിൻ്റെ 10%, 1% കാണാൻ നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 11നെ 10ഉം 1ഉം എന്നാക്കി. ഇനി ഇതിൻ്റെ 10% എത്ര? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 പോയിന്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ 50 എന്ന് കിട്ടി. 1% എത്ര? 1 പോയിന്റ് കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ 5 എന്ന് കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 55 എന്ന് കിട്ടി. ഇത്രേ പരിപാടിയുള്ളൂ. ഇതിന് നിങ്ങൾക്ക് പെന്നിൻ്റെയും പേപ്പറിൻ്റെ ആവശ്യമില്ല. 500ന്റെ 11% കാണാൻ പറഞ്ഞാൽ 10ഉം 1ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ എന്താണ്? 10% നമുക്കറിയാം 1 പോയിന്റ് മാറ്റിയിട്ട് 50 ആണ്. 1% നമുക്കറിയാം 1 പോയിന്റ് കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ 5 ആണ്. രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 55. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 400ന്റെ 12% എത്ര? 400ന്റെ 12% എത്ര? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. 400ന്റെ 12% എത്ര? 400ന്റെ 12% എത്ര? അത്രേ ഉള്ളൂ. ഇപ്പം എത്ര പെട്ടെന്ന് ആൻസർ വരും നോക്കിയേ. ഇത്രേ പരിപാടിയുള്ളൂ മാത്സ് എന്ന് പറഞ്ഞാൽ. മാത്സ് ആരും ടെൻഷൻ അടിച്ചിട്ട് മാത്സ് കിട്ടുന്നില്ല, മാർക്ക് കുറയോ അങ്ങനത്തെ ഒന്നും ചിന്തിക്കണ്ട. ഇത്രേ മാത്സ് ഉള്ളൂ. നമ്മളിത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് 100-ൽ, അതായത് മാത്സിൻ്റെ സൈഡിൽ 100-ൽ 100 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു പേടിയും പേടിക്കണ്ട. 12% കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരുമിച്ച് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10% നമുക്ക് കാണാൻ അറിയാലോ. 1% നമുക്ക് കാണാൻ അറിയാലോ. 10 എന്ന് പറഞ്ഞാൽ എന്താ? 1 പോയിന്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ 40 എന്ന് കിട്ടും. 1% എന്ന് പറഞ്ഞാൽ എത്ര? 1 പോയിന്റ് കൂടി മാറ്റിയിട്ടാൽ 4 എന്ന് കിട്ടും. പക്ഷെ നമ്മളോട് ഇവിടെ 12%. ഇപ്പോൾ 1% 4 ആണെങ്കിൽ 2% എന്താവും? അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള 8 ആവില്ലേ? അപ്പോൾ നമുക്ക് 40ഉം 8ഉം കൂടി കൂട്ടിയാൽ ഇതിൻ്റെ 12% എത്ര കിട്ടും? 48 എന്ന് കിട്ടും. ഇത്രയേ പരിപാടിയുള്ളൂ. ഒരുമിച്ച് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടാലും മതി. സെറ്റാണോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ചോദിച്ചോട്ടോ. നിങ്ങൾ ഒരിക്കലും ഇതിലൊരു മടിയോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾ തരുന്ന എമൗണ്ടാണ്. നിങ്ങൾ എമൗണ്ടിനേക്കാൾ ഉപരി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ സമയമാണ്. ഇപ്പോൾ ഈ 2 മണിക്കൂർ അല്ലെങ്കിൽ ഈ 1 മണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയമാണ്. അപ്പോൾ നമ്മൾ തരുന്ന പൈസയുടേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മൾ സമയത്തിനാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കിട്ടുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവരുത്. അതുകൊണ്ട് കറക്റ്റായിട്ട് എവിടെ വേണമെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എല്ലാവർക്കും ക്ലിയർ ആക്കി മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. ഒരു പേടിയും പേടിക്കേണ്ട. ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടേ ഈ പരിപാടി നിർത്തുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? ഏതൊരു സംഖ്യയുടെ എത്ര പെർസെൻറ്റേജ് തന്നാലും കാണാൻ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഇതെന്ന് തരാം. അതും കൂടി ഒന്ന് ചെയ്ത് നോക്കൂ. 500ന്റെ 15% എത്ര? 500ന്റെ 15% എത്ര? വേഗം ഒന്ന് കണ്ടേ. പെന്നും പേപ്പറും ഒന്നും യൂസ് ചെയ്യേണ്ട, കണ്ടു നോക്കിയേ. അതോട് പഠിഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ്. നമ്മൾ ഈ പെന്നും പേപ്പറും എടുക്കുമ്പോൾ നമ്മുടെ കുറച്ച് സമയം കൂടുതൽ പോകും. പെന്നും പേപ്പറൊന്നും ഇല്ലാണ്ടൊന്ന് കണ്ടേ. ഓക്കെ ഓക്കെ, കമൻറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റാണ്. അപ്പോൾ ഓക്കെ, നമ്മളോട് എത്ര ശതമാനം കാണാൻ പറഞ്ഞു? 15%. നമുക്ക് ഒരുമിച്ച് കാണണ്ട. ഇതിനെ നമുക്ക് എന്താക്കാം? 10%, 5% ആക്കാം. ഓക്കെ.
അപ്പോൾ നമുക്കറിയാം ഒരു സംഖ്യയുടെ 10% കാണാൻ ഒരു പോയിന്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ 10% എത്ര കിട്ടി? 50 എന്ന് കിട്ടി. ഇനി 5% കാണാൻ എന്തെങ്കിലും പണിയുണ്ടോ? 10% 50 ആണെങ്കിൽ 5 എന്താണ്? 10ന്റെ എന്താണ് 5? പകുതിയാണ്. അപ്പോൾ ഈ 50ന്റെ പകുതിയും കൂടി ഇവിടെ എഴുതിയാൽ മതി. അതായത് 50 25 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടി? 75 എന്ന് കിട്ടി. ഇത്രേ പരിപാടിയുള്ളൂ. സെറ്റാണ്. ക്ലിയർ ആണോ? പെന്നും പേപ്പറും ഒന്നും ഇല്ലാണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഏത് പെർസെൻറ്റേജ് ഇവർ ഇനി നമ്മളോട് ഇപ്പോൾ മാക്സിമം പോയവർ എന്താ ചോദിക്കുക? 1 മുതൽ 100 വരെയുള്ള പെർസെൻറ്റേജ് അല്ലേ ചോദിക്കുള്ളൂ. അതിൻ്റെ അപ്പുറമുള്ള പെർസെൻറ്റേജ് എന്തായാലും മാത്സിൽ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് പേടിക്കണ്ട. 1 മുതൽ 100 വരെയുള്ള പെർസെൻറ്റേജ് നമ്മളോട് കൂടി പോയേ ചോദിക്കുള്ളൂ. അത് ഇനി എങ്ങനെ അവർ ചോദിക്കട്ടെ. ഇനി അവരെ ചോയ്സാ. ഇനി നമ്മുടെ കോൺഫിഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജിൽ ഏതൊരു പെർസെൻറ്റേജ് കാണാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആയി. ഇനി നിങ്ങളാണ് ആര്? അവർ തരുന്ന ക്വസ്റ്റ്യൻസിന് വെയിറ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ. അവർ ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. BSFO SSCയോ അല്ലെങ്കിൽ TCSോ എഡ്യൂക്കേറ്റോ ആരാച്ചാൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമുക്ക് എന്തറിയാം? ഏത് സംഖ്യയുടെയും ഏത് പെർസെൻറ്റേജും കാണാൻ നമുക്കറിയാം. അപ്പം ഇനി അവർ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒന്നുമില്ല. ഓക്കെ അല്ലേ? കോൺഫിഡൻ്റ് അല്ലേ? എത്ര പെർസെൻറ്റേജ് ചോദിച്ചാലും കോൺഫിഡൻ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ക്ലിയർ. എന്നാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇനി നമുക്ക് കുറച്ചും കൂടി ബേസ് പഠിക്കാണ്ടായത് നമുക്ക് പോകുന്ന ക്വസ്റ്റ്യൻസിൽ ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പെന്നും പേപ്പറും തുടരുത്. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യും. പെന്നും പേപ്പറും തുടരുത്. വാട്ട് ഈസ് ദ 10% ഓഫ് 4900 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ. കമൻറ്റ് വരാൻ തുടങ്ങി. പെന്നും പേപ്പറും തൊടണ്ട. ആ, വാട്ട് ഈസ് ദ 10% ഓഫ് 4900? അതായത് 4900ൻ്റെ 10%. ഒന്നുമില്ല. പെന്നും പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളോട് എന്താ ചോദിച്ചത്? 4900ൻ്റെ 10%. നമ്മൾ 10% ക്ലിയർ ആയിട്ട് എന്ത് പഠിച്ചു? ഏതൊരു സംഖ്യയുടെ 10% ചോദിച്ചാലും ഒരു പോയിന്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ആൻസർ എത്ര വരും? 490. ഓപ്ഷൻ ബി. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതൊരു BSFൻ്റെ അല്ലെങ്കിൽ ഒരു GED അല്ലെങ്കിൽ ഒരു CHSLന് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് ചോദിക്കും, ഇത് ഡെമോ ആണോന്നൊന്നും വിചാരിക്കേണ്ടത്. പല എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻസ് നേരെ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു ഇക്വേഷനും ഇല്ല. നമ്മുടെ അടുത്ത് പെന്നും പേപ്പറും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വിചാരിക്കുക, നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യും. കാരണം എന്താ? ഏതൊരു സംഖ്യ നിങ്ങളുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാലും അതൊന്ന് ഒരു പോയിന്റ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 10%. നിങ്ങളുടെ മുന്നിൽ 4900 കിട്ടി, 1% മാറ്റിയിട്ടു 490 കിട്ടി. ഇനി ഇതിന് പകരം ഇവർ എന്ത് ചെയ്യാണ്? 5125 കൊടുക്കുകയാണ്. 10% ചോദിച്ചു. ഒന്നുമില്ല, ഒരു പോയിന്റ് മാറ്റിയിട്ട് 512.5. തീർന്നു. ഇത്രേ പരിപാടിയുള്ളൂ. അപ്പം ഇനി ഏത് സംഖ്യയുടെ 10% ചോദിച്ചാലും ഒരു പോയിന്റ് മാറ്റിയിടുക. ഏത് സംഖ്യയുടെ 1% ചോദിച്ചാലും 2 പോയിന്റ്. ഇനിയിപ്പോൾ ഈ 4900ൻ്റെ തന്നെ ഒരു മിനിറ്റ്, ഈ 4900ൻ്റെ തന്നെ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് 1% ചോദിക്കുകയാണ്. 4900ൻ്റെ 1% ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 2 പോയിന്റ് മാറ്റിയിട്ടാൽ മതി. ആൻസർ എത്ര വരും? 49 വരും. അപ്പം ഇനി 10 ചോദിച്ചാലും കുഴപ്പമില്ല, 1 ചോദിച്ചാലും കുഴപ്പമില്ല, 5 ചോദിച്ചാലും കുഴപ്പമില്ല, എന്ത് വേണേൽ ചോദിച്ചോട്ടെ. ഇനി നമ്മളാണ് ഇതിൻ്റെ മെയിൻ. ഇനി അവർ ചോദിക്കുന്നത് നമുക്ക് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രം. അത്രേ പരിപാടിയുള്ളൂ. അത്രയും കോൺഫിഡൻറ്റിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ. വാട്ട് ഈസ് 11 1/9% ഓഫ് 3600? അതായത് 3600ൻ്റെ 11 1/9% എത്രയെന്ന് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. 3600ൻ്റെ 11 1/9%. മൂവായിരത്തി അറുന്നൂറിൻ്റെ 11 1/9%. വേഗം ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ഇവിടെ ശ്രദ്ധിക്കൂട്ടോ, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതോ ഒരു സംഖ്യ 3600 ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഏത് സംഖ്യ തന്നാലും ഇതിൻ്റെ 11 1/9% കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 11 1/9 എന്നുള്ള സംഭവം കണ്ടാൽ നിങ്ങൾ ആദ്യം ആലോചിച്ച് വെക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓക്കെ, 11 1/9% എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങളെ മൈൻഡിലേക്ക് വരേണ്ട നമ്പർ എത്രയാണ്? 9. അത് ഇതാ ഈ സ്ലൈഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് സ്ലൈഡ് അപ്ലോഡ് ചെയ്ത് തരാം. ഇതിലിതാ ഓരോ പെർസെൻറ്റേജിൻ്റെയും നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ?
33.33% എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഇതേപോലെ കുറച്ച് പരിപാടി ഉണ്ട്. ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴും പഠിച്ചു പോകും. അതിൻ്റെ കൂടെ ഒന്ന് ഞാൻ ഗ്രൂപ്പിലും കൂടി ഇത് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്തിപ്പോൾ പഠിച്ചു? ഏതൊരു സംഖ്യ തന്നിട്ടും അതിൻ്റെ 11/9 മറക്കരുത്. ഈ ഒരു സംഖ്യ 11/9 എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ആലോചിക്കണം? 9 ആലോചിക്കണം. അപ്പോൾ എന്താണ് 11/9 എവിടെ കണ്ടു കഴിഞ്ഞാലും 9 ആലോചിക്കണം. ഇനി ഒരു പരിപാടിയില്ല. നമ്മളോട് ഏത് സംഖ്യ ചോദിച്ചിട്ടുള്ളത്? 3600. 3600ൻ്റെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ആണോ? വോയിസ് ഓക്കെ ആണോ? വോയിസ് ഓക്കെ ആണോ അപ്പോൾ? ഓക്കെ. അപ്പോൾ നിങ്ങളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? 11/9 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് നമ്പർ ആലോചിക്കണം എന്ന് പറഞ്ഞു? 9 ആലോചിക്കണം. ഒന്നുമില്ല, ആ സംഖ്യയുടെ /9 ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഏതൊരു സംഖ്യ തന്നിട്ടും അതിൻ്റെ 11/9 ചോദിച്ചാൽ ആ സംഖ്യ /9 ചെയ്താൽ മതി. അപ്പോൾ 36നെ നമുക്ക് 9 കൊണ്ട് കട്ട് ചെയ്യാലോ. 36ൽ 9 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. നമ്മുടെ ആൻസർ എന്ത് വരും? 400 എന്ന് വരും. ഇത്രേ പരിപാടിയുള്ളൂ. അതായത് ഈ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, 11/9 എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി? ഈ 9 എന്ന് പറയുന്ന നമ്പർ ആലോചിച്ചാൽ മതി. എന്നിട്ട് നിങ്ങളോട് പിന്നെ ഏത് സംഖ്യയാണോ ചോദിച്ചിട്ടുള്ളത് അതേ / 9 ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ 3600/9 എന്ന് പറയുമ്പോൾ 36ഉം 9ഉം കട്ട് ചെയ്താൽ 4 കിട്ടും. ബാലൻസ് 2 പൂജ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടും? 400 എന്ന് കിട്ടും. ക്ലിയർ ആണോ? സെറ്റാണോ? മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. സെറ്റല്ലേ? അപ്പോൾ ഒന്നുമില്ല, ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ഈ ഒരു സാധനം മാത്രം. 11/9 എന്ന് പറഞ്ഞാൽ 9 എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ എന്താണ്? ഏത് സംഖ്യ എന്നാലും അതിനെ എന്ത് ചെയ്താൽ മതി? 9. അതായത് 11/9 എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യ പഠിച്ചേക്കണം? 9 പഠിച്ചു വെക്കണം. പിന്നീട് നമുക്ക് അതിന് ശേഷം ഏത് സംഖ്യ ചോദിച്ചു കഴിഞ്ഞാലും അതിനെ എന്ത് ചെയ്താൽ മതി? /9 എന്ന് ചെയ്താൽ മതി. അപ്പോൾ 3600/9 ചെയ്യുമ്പോൾ 9ഉം 36ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. 4 2 0 കൂടി നമുക്ക് എന്ത് കിട്ടും? 400 എന്ന് കിട്ടും. ഇതാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ട മെത്തേഡ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. നമുക്കറിയാം നമ്മളോട് ഒരു സംഖ്യയുടെ 11%, അതായത് ഇവിടെ 11/9 ഒക്കെ ഉണ്ട്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്തു? 11 മാത്രം എടുത്തു. നമ്മളോട് ഒരു സംഖ്യയുടെ 11% ചോദിച്ചാൽ നമ്മൾ നേരത്തെ എന്താ പഠിച്ചിട്ടുള്ളത്? 10ഉം കാണണം, 1ഉം കാണണം. അപ്പോൾ ഏതിൻ്റെ 11% ചോദിച്ചിട്ടുള്ളത്? 3600ൻ്റെ. 3600ൻ്റെ 10% എന്താ? 360 ആണ്. 1% എന്താ? 36 ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടി? 396 എന്ന് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഈ ഓപ്ഷൻ നോക്കിയേ. 200 എന്തായാലും വരില്ല. കാരണം എന്താ? നമ്മുടെ ആൻസർ 390നേക്കാൾ കൂടുതൽ വരണം. കാരണം ഇവിടെ നമ്മൾ 11% മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി 1/9 കൂടി കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 11% കണ്ടപ്പോൾ തന്നെ എന്ത് കിട്ടി? 396 കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 396ൻ്റെ തൊട്ട് മുകളിലുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് ആൻസർ വരുള്ളൂ. ഇതെന്തായാലും വരാൻ പോകുന്നില്ല. പിന്നെ അടുത്തത് 300. കാരണം 300ൻ്റെ മുകളിലാണ് 396. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് ആൻസർ വരില്ല. പിന്നെ ഏത് മാത്രമേ ഇവിടെ കിടക്കുന്നുള്ളൂ? 400 മാത്രമേ കിടക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 11/9 കാണുമ്പോൾ ആ സംഖ്യനെ /9 ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. സെറ്റാണോ? ഈ രണ്ട് മെത്തേഡും ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. വേഗം ഒന്ന് ചോദിച്ചേ ഡൗട്ട് ഉണ്ടെങ്കിൽ. സെറ്റാണ്. ഇനി നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഇല്ല, അതും കൂടിയും ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒന്നും കൂടി സെറ്റാവും. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക. എനിക്ക് പേഴ്സണൽ അയച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അയക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. നമ്മൾ ഇതിൻ്റെ ആൻസർ ഇനിയും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് 7/10? അതായത് 7/10 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രാക്ഷൻ ആണ്, ഭിന്നസംഖ്യയാണ്. ഇതിനെ എന്താക്കണം? നമ്മൾ പേഴ്സൻറ്റേജ് ഫോമിലേക്ക് ആക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. 10/7 അതിനെ പേഴ്സൻറ്റേജ് രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 0.7% പറഞ്ഞിട്ടുണ്ട്, 70% പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ വ്യത്യാസം എന്താ വന്നത്? നമുക്ക് ഫ്രാക്ഷൻ, അതായത് ഭിന്നസംഖ്യ, ഒരു സംഖ്യ മുകളിലും ഒരു സംഖ്യ താഴത്തും വരുന്ന രീതിയിലുള്ള ഭിന്നസംഖ്യയാണ് തന്നത്. ഇത് നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 7/10 അല്ലെങ്കിൽ 10/7 നമ്മളോട് ഇതിൻ്റെ പേഴ്സൻറ്റേജ് രൂപം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ കട്ട് ചെയ്യാലോ. ഈ 10ഉം 100ഉം നമുക്ക് കട്ട് ചെയ്യാം. 100ൽ 10 എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം പോകും. ഇനി ഇവിടെ എന്താ ഉള്ളത്? സൈന് ഇൻറ്റു ആണ്. അപ്പോൾ 7 × 10 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 70%. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരിക.
ഒന്നുമില്ല, നിങ്ങൾക്കൊരു ഫ്രാക്ഷൻ തന്നു എന്ന് വിചാരിക്കുക. അതിനെ നിങ്ങളോട് പേഴ്സൻറ്റേജ് ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇൻറ്റു 100 ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളോട് ഒരു അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്, ഇപ്പോൾ 5/10. ഓക്കെ, ഇതിൻ്റെ ശതമാന രൂപം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. ഈ 100നെയും 10നെയും നമുക്ക് കട്ട് ചെയ്യാലോ. 100ൽ 10 എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം പോകും. പിന്നെ ഇവിടെ എന്താണ് ഇൻറ്റു സൈൻ ഉള്ളത്, അപ്പോൾ 5 × 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് വരും? 50% വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തരാം. 6/10ൻ്റെ ശതമാന രൂപ എത്ര? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. 6/10ൻ്റെ ശതമാന രൂപ എത്ര? അത്രേ ഉള്ളൂ, 60. 6/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60. പരിപാടി തീർന്നു, സിമ്പിൾ പരിപാടി. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, 3/10. 3/10ൻ്റെ ശതമാന രൂപ എത്ര? 30 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, 5/5ൻ്റെ ശതമാന രൂപ എത്ര? 5/5ൻ്റെ ശതമാന രൂപ 5/5ൻ്റെ ശതമാന രൂപ എത്ര? വേഗം ഒന്ന് പറഞ്ഞേ. ഒന്നുമില്ല, അതെ, അത്രേ ഉള്ളൂ. നമുക്ക് എന്താണ് ഇൻറ്റു 100 ചെയ്താൽ മതി. പക്ഷെ ഇവിടെ എന്ത് ശ്രദ്ധിക്കണം, ഇത് രണ്ടും സെയിം വാല്യൂ ഉണ്ട്, നമുക്ക് കട്ട് ചെയ്യാലോ. 5നെ 5നെയും കട്ട് ചെയ്തു, പിന്നെ ബാലൻസ് എന്തുള്ളൂ? 100 ഉള്ളൂ. നമ്മുടെ ആൻസർ എന്ത് വരും? 100%. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, 3/3ൻ്റെ ശതമാന രൂപ എത്ര? 3/3ൻ്റെ ശതമാന രൂപ എത്ര? 100 ആണ്. കാരണം എന്താ, നമുക്കൊരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ രണ്ടും സെയിം സംഖ്യ കൊണ്ട് കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 100. സെറ്റാണോ? ഇനി ഫ്രാക്ഷൻ തന്നാലും നമുക്ക് ശതമാനം കാണാൻ കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പം ഇനി ഏത് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാലും അതിനെ ശതമാനത്തേക്കൊക്കെ ഇൻറ്റു 100 ചെയ്താൽ മതി. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇതിൽ കട്ട് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു തെറ്റല്ല കേട്ടോ. കട്ട് ചെയ്യാൻ അറിയാനില്ല എന്ന് പറയുന്ന ഒരു തെറ്റൊന്നുമല്ല. നമ്മൾ മാത്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാതും അറിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കട്ട് ചെയ്യാൻ അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്. അതായത് നമുക്കൊരു സംഖ്യ തരികയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കുക, 7/10 × 100. ഇങ്ങനൊരു സംഖ്യ തന്നു. ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് ഇതിനെയും ഇതിനെയും കട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെയും കട്ട് ചെയ്യാം. ഒരിക്കലും ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന സൈൻ ഏതാ? ഇൻറ്റു ആണ്. ഇൻറ്റു സൈനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് ഏതിനെ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ? ഹരിക്കൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ 7 ഇവിടെ 10 എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഹരിക്കൽ ഡിവിഷൻ ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതും കട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിന് കാരണം എന്താ? ഇതിന്റെ താഴത്തല്ലേ ഇത് വരുന്നത്? 100ന്റെ താഴത്തല്ലേ 10 വരുന്നത്. അപ്പോൾ ഇതും ഡിവിഷൻ ഫോമിലാണ് കിടക്കുന്നത്, ഇതിനെ കട്ട് ചെയ്യാം. പക്ഷെ ഇത് രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? കട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഇത് ഇൻറ്റു ഫോമിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഇൻറ്റു ഫോമിൽ വരുന്നൊരു രണ്ട് സംഭവങ്ങളെ കട്ട് ചെയ്യാൻ പാടില്ല. എന്ത് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ? ഹരിക്കൽ അല്ലെങ്കിൽ ഡിവിഷൻ ഫോമിൽ വരുന്നതിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ കട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഫോം ഓഫ് 4/1/5? 4/1/5. നമ്മൾ നേരത്തെ ഫ്രാക്ഷൻ ആണ് പഠിച്ചത്. അതായത് 7/10 എന്നൊക്കെ പറഞ്ഞ ഫ്രാക്ഷൻ ആണ് പഠിച്ചത്. പക്ഷെ ഇവിടെ നമ്മുടെ ഫ്രാക്ഷൻ എങ്ങനെ? ഇതിനെ, അതായത് ഇവിടെ ഒരു വലിയ സംഖ്യയുണ്ട്, പിന്നെ ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ സംഖ്യനെ നമ്മൾ പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ്. ഓക്കെ, ഇങ്ങനത്തെ സംഖ്യനെ നമ്മൾ പറയുന്നത് എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു മിക്സഡ് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ആദ്യം ഫ്രാക്ഷൻ രൂപത്തിലാക്കണം. ഓക്കെ, ഒരു മിക്സഡ് ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എന്താക്കണം? അതായത് ഒന്നുമില്ല, ഇവിടെ 3 പോയിന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ 2ൽ കൂടുതൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. പക്ഷെ ഇവിടെ എന്തേ ഉള്ളൂ? 2 പോയിന്റ് ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്രാക്ഷൻ എന്നുള്ളത് പറയുക. അപ്പോൾ നമുക്ക് ഈ 3 പോയിന്റിനെ ഷോർട്ട് ആക്കിയിട്ട് 2 പോയിന്റ് ആക്കണം. എന്നാലേ അത് എന്താ ഉള്ളൂ? ഫ്രാക്ഷൻ ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 4/1/5നെ, ഇതിപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ, അതായത് കൂടി നിൽക്കുന്ന ഫ്രാക്ഷനാണ്. ഇതിനെ നമുക്ക് എന്താക്കണം? ഒറ്റ ഫ്രാക്ഷൻ ആക്കാം. അങ്ങനെ ഒറ്റ ഫ്രാക്ഷൻ ആക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ സംഖ്യേനെയും താഴത്തെ സംഖ്യേനെയും തമ്മിൽ ഇൻറ്റു ചെയ്യുക. അതായത് 4 × 5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 20 എന്ന് കിട്ടി. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? ഈ വലിയ സംഖ്യേനെയും ഈ താഴത്ത് കിടക്കുന്ന സംഖ്യേനെയും എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ 4 × 5 20. അതിൻ്റെ കൂടെ ഇതിൻ്റെ മുകളിലുള്ള സംഖ്യ കൂട്ടുക. അതായത് 20ൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 21 കിട്ടി. എന്നിട്ട് ബൈ ഇട്ട് കൊടുക്കുക. അതിൻ്റെ താഴെ ഈ താഴെയുള്ള നമ്പർ അതേപോലെ എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 പോയിന്റ് ആയിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷനിൽ 2 പോയിന്റ് ആയിട്ടുള്ള നോർമൽ ഫ്രാക്ഷൻ കിട്ടി. ഒന്നും കൂടി പറഞ്ഞുതരാം. 4/1/5 നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എന്താണ്? 3 പോയിന്റ് ഉള്ളതുകൊണ്ട് ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇതിനെ എന്താക്കണം? വെറും 2 സംഖ്യകളുള്ള ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് കിടക്കുന്ന സംഖ്യയെയും താഴത്തെ സംഖ്യയെയും ഇൻറ്റു ചെയ്ത്, ഏത് കേസ് ആണെങ്കിലും ഇങ്ങനെ തന്നെ കേട്ടോ.
അപ്പോൾ 4 × 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 20 കിട്ടി. ഇനി അതിൻ്റെ കൂടെ ഇതിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്നതിനെ പ്ലസ് ചെയ്യുക. അതായത് 20ൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 21 കിട്ടി. അതങ്ങനെ എഴുതുക. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലസിൻ്റെ പരിപാടിയും കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ നേരെ എടുത്ത് എഴുതുക. പിന്നെ ഒരു ബൈ ഇട്ട് കൊടുക്കുക. പിന്നെ അവിടെ താഴത്തെ എത്രയാണോ കിടക്കുന്നത്, അത് ഇപ്പോൾ ഇവിടെ 5 ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ 6 ആവും, 7 ആവും, 8 ആവും. ഏത് സംഖ്യയാണെങ്കിലും അത് താഴത്തിട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? നമുക്കിപ്പോൾ ഇതിനെ ഒറ്റ ഫ്രാക്ഷനായിട്ട് 21/5 കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ശതമാനം കാണാൻ എന്താ പണി? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ ശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ ഇൻറ്റു 100 ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ എന്താണ്? 21/5 ഇൻറ്റു 100. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്യാം. ഒരിക്കലും ഇത് രണ്ടും തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കട്ട് ചെയ്യാൻ പാടില്ല, കാരണം ഇത് 5 ഇത് 21 മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കട്ട് ചെയ്യാം. 5ൽ 100 എത്ര പ്രാവശ്യം പോവും? 20 പ്രാവശ്യം പോവും. പിന്നെ ഇവിടെ എന്തുണ്ട്? 21 ഉണ്ട്. നടുവിൽ ഏതാണ് സിമ്പൽ? ഇൻറ്റു ആണ്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 20 ഇൻറ്റു 21 എന്ന് വന്നു. നമ്മുടെ ആൻസർ എന്ത് വരും? 420% ഓപ്ഷൻ എ എന്ന് വരും. സെറ്റാണോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. അതായത് ഒന്നുമില്ല, മിക്സഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നോർമൽ ഫ്രാക്ഷൻ ആക്കുക, പിന്നെ ഇൻറ്റു 100 ചെയ്ത് കൊടുക്കുക. നോർമൽ ഫ്രാക്ഷൻ ആക്കാൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ സംഖ്യയും തമ്മിൽ ഇൻറ്റു ചെയ്യുക, അതിൻ്റെ കൂടെ മുകളിലത്തെ സംഖ്യ പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടുന്നത് നേരെ അവിടെ എടുത്ത് എഴുതുക, ബൈ ഇടുക. ഈ താഴത്തെ എത്രയാണോ കിടക്കുന്നത് അത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. അപ്പോൾ എന്തായി? 4/1/5 എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? 21/5 ആണ്. ഇനി അതിനെ പേഴ്സൻറ്റേജ് ആണ് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. പരിപാടി തീർന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിക്കുക കേട്ടോ. എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും അറിഞ്ഞോളണം അങ്ങനെ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു മടിയും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു മാസമേ മുന്നിൽ കിടക്കുന്നുള്ളൂ. അപ്പം മടി വിചാരിക്കാനൊന്നുള്ള സമയമല്ല. ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ ചോദിക്കുക. ഓക്കെ, അതിനുള്ള എല്ലാ ഫ്രീഡവും നിങ്ങൾക്ക് ഉണ്ട്. നമ്മളിവിടെ ഒരു പ്രാവശ്യം പറയുള്ളൂ, 2 പ്രാവശ്യം പറയുള്ളൂ, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നിങ്ങൾക്ക് എവിടെയാണോ ഡൗട്ട് വരുന്നത് സ്പോട്ട് ചോദിക്കുക. നമ്മളത് ക്ലിയർ ചെയ്ത് മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുള്ളൂ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പേഴ്സൻറ്റേജ് ഫോം ഓഫ് 2/5? ആരോ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്നും കൂടി പറയുമോ? എനിക്ക് ക്ലിയർ ആയില്ല. വാട്ട് ഈസ് ദ പേഴ്സൻറ്റേജ് ഫോം ഓഫ് 2/5? 2/5ൻ്റെ പേഴ്സൻറ്റേജ് ഫോം. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഫ്രാക്ഷൻ പഠിച്ചു. ഫ്രാക്ഷൻ്റെ ഫോം എന്താ? a/b. അതായത് മുകളിലൊരു സംഖ്യ ഉണ്ടാവും, താഴൊരു സംഖ്യ ഉണ്ടാവും. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് ഉള്ള സംഖ്യനെ നമ്മൾ എന്ത് പറയും? ഡെസിമൽ എന്ന് പറയും. അപ്പോൾ 2.5 എന്ന് പറഞ്ഞാൽ ദശാംശ സംഖ്യ അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ ഫ്രാക്ഷൻ്റെ ഫോമാണ് ഇത്. അതായത് മുകളിലൊരു സംഖ്യ ഉണ്ടാവും, താഴൊരു സംഖ്യ ഉണ്ടാവും. ഇതാണ് എന്ത്? നോർമൽ ഫ്രാക്ഷൻ. അതായത് അവിടെ 2 സംഖ്യകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനൊരു സംഖ്യ തന്നു. അപ്പോൾ c/a/b എന്ന് തന്നു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? മുകളിലൊരു സംഖ്യ ഉണ്ട്, താഴൊരു സംഖ്യ ഉണ്ട്, പുറത്ത് വേറൊരു സംഖ്യ ഉണ്ട്. അതായത് 2ൽ കൂടുതൽ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ എന്നും, 2 സംഖ്യ വന്നു കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ എന്നും പറയും. ഓക്കെ, ഇനി 11/9 അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ 11/9 ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഇതിനെ നോർമൽ ഫ്രാക്ഷൻ ആക്കി എന്ത് ചെയ്താൽ മതി? 11 × 9 99 പ്ലസ് ഈ മേലത്തെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 100 എന്ന് കിട്ടും. ഇവിടെ 9 ഉള്ളതുകൊണ്ട് ബൈ 9. ഇതാണ് ഇതിൻ്റെ നോർമൽ ഫ്രാക്ഷൻ. 11/9 നോർമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 100/9. അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിപ്പിച്ച് തന്നത്. നമുക്ക് ഏതൊരു സംഖ്യയുടെ 11/9% ചോദിച്ചാലും ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനും നോർമൽ ഫ്രാക്ഷനൊക്കെ ഇത്രേ പടിയുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. 2.5ൻ്റെ ശതമാന രൂപം കാണാം. കമൻറ്റ് ചെയ്യുന്നുണ്ട്, 250 കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിക്കാൻ പോണ പേഴ്സൻറ്റേജിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സംഖ്യയാണ് എന്ത്? 100. ഈ 100 എന്തിനാ പഠിക്കുന്നത്? നമുക്ക് എന്തൊരു സാധനം തന്നാലും അതിനെ പേഴ്സൻറ്റേജിലേക്ക് ആക്കാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ തന്ന്? 2.5 അല്ലേ തന്ന്. ഇതിനെ പേഴ്സൻറ്റേജ് ഫോമിലേക്ക് ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. 2.5 × 100 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി നിങ്ങൾ ചോദിക്കും, ഈ 2.5 × 100 എങ്ങനെ ചെയ്യുന്നത്? എടാ, എപ്പോഴും ഒരു 0 വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതെന്തായി? 2.5 25ആയി. ഒരു 0 വന്നാൽ കിട്ടും. പക്ഷെ ഇവിടെ 2 0 വന്നു. അപ്പോൾ എന്താണ്? പിന്നെയും നമുക്ക് ഇങ്ങോട്ട് തന്നെ വരണം. പക്ഷേ പിന്നെയും ഇങ്ങോട്ട് തന്നെ വരാൻ നമുക്ക് ഇവിടെ സംഖ്യ അല്ലല്ലോ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ആൻസർ 250% ഓപ്ഷൻ ബി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, 3.5ൻ്റെ ശതമാന രൂപം എത്ര? 3.5ൻ്റെ ശതമാന രൂപം എത്ര? ഒന്ന് വേഗം കമൻറ്റ് ചെയ്ത്. 3.5ൻ്റെ ശതമാന രൂപം എത്ര?
അത്രേ ഉള്ളൂ. നമുക്കൊരു ഡെസിമൽ തന്നു, ഇൻറ്റു 100 ചെയ്ത് കൊടുത്താൽ മതി ശതമാനം കാണാൻ. ഓക്കെ, നമ്മളോട് അപ്പോൾ ഒരു പൂജ്യം ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും? 35 മാറും. ഒരു പൂജ്യം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും? 350. നമ്മുടെ ആൻസർ 350. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 4.5ന്റെ ശതമാന രൂപ എത്രയാണ്? 4.5ന്റെ ശതമാന രൂപ എത്രയാണ്? 450. അത്രേ പരിപാടി ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഏത് ഡെസിമൽ തന്നാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി, 1.25ന്റെ ശതമാന രൂപ എത്ര? 1.25ന്റെ ശതമാന രൂപ എത്ര? 125 കമൻറ്റ് വരുന്നുണ്ട്, 125 വരുന്നുണ്ട്. 1.25ന്റെ ശതമാന രൂപ നമുക്കറിയാം. ഒരു ഡെസിമൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ ഇവിടെ 1.25 കിടക്കണം. ഒരു പൂജ്യം ഇങ്ങോട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? 12.5 മാറും. ഈ പൂജ്യം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? 125 മാറും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 125%. അതായത് പൂജ്യം വരുന്നതിനനുസരിച്ചിട്ട് പോയിന്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ പറയാണ്, ഈ 1.257 ഇതിനെ നമുക്ക് 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടൊക്കെ ഗുണിച്ച് നോക്കാം. ആദ്യം നമുക്ക് 10 കൊണ്ട് ഗുണിച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പൂജ്യം വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ പോയിന്റ് ഒന്നും ഇങ്ങോട്ട് മാറിയിട്ട് എന്തായിട്ട് മാറും? 12.57 എന്നാവും. ഇനി നമ്മൾ അടുത്ത് ചെയ്യാണ്, 1.257നെ ഇൻറ്റു 100 ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താ? 2 പൂജ്യം ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് എന്ത് ചെയ്യും? 2 സ്ഥലത്തേക്ക് മാറും. അപ്പോൾ അതെന്താവും? 125.7 ആവും. ഇനി നമ്മൾ അടുത്തതായിട്ട് 1.257നെ ഇൻറ്റു 1000 ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താ? 3 പൂജ്യം വന്നു. അപ്പോൾ ഈ പോയിന്റ് 3 സ്ഥലത്തേക്ക് മാറില്ല. ആദ്യം ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വരുമ്പോൾ ഈ സംഖ്യ നോർമലായിട്ട് എഴുതാം, 1257 എന്ന് എഴുതാം. ഇപ്പോൾ സെറ്റാണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതായത് പൂജ്യം വരുന്നതിനനുസരിച്ച് നമ്മുടെ പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത്രയും പഠിച്ചാൽ മതി. കൺഫ്യൂഷൻ ആയിട്ടൊന്നും പഠിക്കണ്ട. പൂജ്യം വരുന്നതിനനുസരിച്ച് നമ്മുടെ പോയിന്റ് എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 30% ഓഫ് എ നമ്പർ ഈസ് 120, ദെൻ ദ നമ്പർ ഈസ്, അതായത് ഏതോ ഒരു സംഖ്യയുടെ 30% എന്ന് പറഞ്ഞാൽ 120 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ സംഖ്യ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതോ ഒരു സംഖ്യയുടെ 30% 120 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ സംഖ്യ എത്രയാണ്? വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏതോ ഒരു സംഖ്യയുടെ 30% 120 ആണെങ്കിൽ ആ ഒറിജിനൽ സംഖ്യ എത്രയാണ്? ഉം, 400 കമൻറ്റ് ചെയ്യുന്നുണ്ട്. നോക്കി നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് നോക്കാം. അതായത് നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? 30% എന്ന് പറയുന്നൊരു സംഭവം തന്നിട്ടുണ്ട്, 120 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം എന്താണ്? ഏതൊരു സംഖ്യ കണ്ടുപിടിക്കാനും പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 100% കണ്ടുപിടിക്കാൻ. നമുക്കിവിടെ 30% തന്നിട്ടുള്ളൂ. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? 100%. അതായത് നിങ്ങളോടൊരു സംഖ്യ കണ്ടുപിടിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ 100% കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം 30% എന്ന് പറഞ്ഞാൽ 120. അപ്പോൾ 100% കാണണം. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഇക്വേഷൻ വഴി ചെയ്ത് നോക്കാം. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടോ. നിങ്ങൾ എപ്പോഴും ഇക്വേഷൻ മേക്ക് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാനാണ്. നമ്മൾ ഏറ്റവും മുകളിൽ എപ്പോഴും സംഖ്യ എഴുതണം. ഓക്കെ, ഏറ്റവും മുകളിൽ എപ്പോഴും എന്ത് എഴുതണം? സംഖ്യ എഴുതണം. അതിൻ്റെ താഴെ നമ്മളോട് ഇവിടെ ആ സംഖ്യ എത്ര ശതമാനമാണോ പറഞ്ഞിട്ടുള്ളത് അത് എഴുതണം. ഈ 120 എത്ര ശതമാനമാണ്? 30%. ഇനി ഇൻറ്റു ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഇവിടെ എഴുതേണ്ടത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ സംഖ്യ. നമ്മളോട് ഇവിടെ എന്താ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ അതിനർത്ഥം 100% എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 100. ഇനി ഇത് കട്ട് ചെയ്താൽ മതി. 30 120 എത്ര പ്രാവശ്യം പോകും? അല്ലെങ്കിൽ 3 12 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. പിന്നെ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് വരും? 400 എന്ന് വരും. ഇങ്ങനെയാണ് ഇക്വേഷൻ വൈസ് ഇത് ചെയ്യുക. ഓക്കെ, അതായത് ഒന്നുമില്ല, ഏറ്റവും മുകളിൽ നിങ്ങൾ എന്ത് എഴുതണം? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സംഖ്യ എഴുതണം. അതിൻ്റെ താഴെ ആ സംഖ്യ എത്ര ശതമാനമാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അത് എഴുതണം. ഇൻറ്റു എപ്പോഴും നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ സംഖ്യ എഴുതണം. നിങ്ങളോട് ആ സംഖ്യ പൂർണ്ണ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് 100% കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇൻറ്റു 100 ചെയ്യുക, കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 400. ഇതാണ് ഇക്വേഷൻ മെത്തേഡ്. ഇനി നിങ്ങൾക്ക് അടുത്തൊരു മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു തരാം, സിമ്പിളായിട്ടൊരു മെത്തേഡ്. അതായത് നമുക്കറിയാം 30% എന്ന് പറഞ്ഞാൽ 120 ആണ്. നമുക്ക് എന്ത് കാണണം? 100% കാണണം. ഓക്കെ, 30% എന്ന് പറഞ്ഞാൽ 120 ആണ്. നമുക്ക് എന്ത് കാണണം? 100%. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 30നെ വേണമെങ്കിൽ നമുക്ക് 3 പാർട്ടാക്കി കൂടെ. എങ്ങനെ ആക്കാം? 10 10
10. ക്ലിയർ അല്ലേ? ഈ 30നെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, 3 പാർട്ടാക്കാം. 10 10 10. അപ്പോൾ നമ്മൾ ഈ 30നെ 3 പാർട്ടാക്കി. അപ്പോൾ 120ന് വിഷമാവും. അപ്പോൾ 120നെ നമ്മൾ എന്ത് ചെയ്യണം, 3 പാർട്ടാക്കണം. 120നെ നമ്മൾ ബൈ 3 ചെയ്താൽ എങ്ങനെ വരിക, 40 40 40. ഓക്കെ, അതായത് 3 40 കൂട്ടുമ്പോഴാണ് ഇവിടെ എന്ത് കിട്ടുക, 120 കിട്ടുക. 3 10 കൂട്ടുമ്പോഴാണ് ഇവിടെ എന്ത് കിട്ടുക, 30 കിട്ടുക. ഈ സെപ്പറേറ്റ് ചെയ്ത് ക്ലിയർ ആണോ? 30നെ നമ്മൾ 3 10 അതുകൊണ്ട് തന്നെ 120നെ നമ്മൾ എന്താക്കി, 3 ഭാഗങ്ങളാക്കി. 40 40 40 ആക്കി. ഇപ്പം എന്താണ്, ഇതും തമ്മിൽ ഈക്വൽ. അതായത് 10% എന്ന് പറഞ്ഞാൽ എന്താണ്, 40 ആണ്. ഓക്കെ, 10% എന്ന് പറഞ്ഞാൽ എന്താണ്, 40 ആണ്. അപ്പോൾ നമുക്കൊരു സംഖ്യയുടെ 10% കിട്ടി. എത്ര കിട്ടി, 40 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, 100% കണ്ടുപിടിക്കേണ്ടത്. എടാ ഈ 10നെ നമുക്ക് എന്താക്കണം, 100 ആക്കണം. 10നെ 100 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 40നെ 100% ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി, 400 എന്ന് കിട്ടും. അതായത് ഏതൊരു സംഖ്യയുടെ 10% തന്നാലും നമ്മളോട് 100 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളോട് പറയാണ് ഏതോ ഒരു സംഖ്യയുടെ 10% എന്ന് പറയുന്നത് 50 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ 100% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ 10നെ 100 ആക്കല്ലേ, അതായത് ഒരു 0 കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഒരു 0 കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. 500 ആയി. സെറ്റാണോ? ഈ ഒരു മെത്തേഡ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ മെത്തേഡ് പറഞ്ഞു, രണ്ടാമത് ഈ ഒരു മെത്തേഡും പറഞ്ഞു. ഓക്കെ ആണോ? സെറ്റ്. ഇനി അടുത്തൊരു മെത്തേഡും കൂടി പറഞ്ഞുതരാം. നമുക്കറിയാം ഈ ഓപ്ഷനിലുള്ള ഏതോ ഒരു സംഖ്യയുടെ 30% എന്താണ്, 120. കാരണം ഓപ്ഷനിലുള്ള സംഖ്യ മൊത്തം 100%. ഇതിൽ ഏതോ ഒരു സംഖ്യയുടെ 30% എന്താ, 120. നമുക്ക് എല്ലാ സംഖ്യയുടെ 30% സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് 10% കാണാൻ അറിയാലോ. 500ന്റെ 10% പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ 10% 50 ആണെങ്കിൽ 30% എന്തായിരിക്കും, ഈ 10 30 ആവാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 3 ചെയ്യണം. അപ്പോൾ ഈ 50ന്റെ അവിടെ ഇൻറ്റു 3 ചെയ്താൽ മതി, അതായത് 150. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്ര, 120. അപ്പോൾ ഓപ്ഷൻ എ എന്തല്ല, കറക്റ്റ് അല്ല. ഇനി അടുത്ത നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ഓക്കെ, ഓപ്ഷൻ ഡി നോക്കാം. 10% കാണാൻ 700ന്റെ 10% എത്ര, 70 ആണ് വരിക. അപ്പോൾ 30% എത്ര, ഈ 10 3 ആവാൻ വേണ്ടിയിട്ട് ഇൻറ്റു 3 ചെയ്യണ്ടേ. അപ്പോൾ ഈ 7നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു 3 ചെയ്യണം. എത്ര കിട്ടും, 210. ഇതാണോ ആൻസർ വരിക? അല്ല, കാരണം നമ്മളോട് എത്ര കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, 120. അപ്പോൾ 700ഉം കട്ട് ചെയ്തു. ഇനി നമുക്ക് 600ന്റെ നോക്കാം. 600ന്റെ 10% എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 30% എത്ര ആയിരിക്കും, 10 30 ആവാൻ ഇൻറ്റു 3. അപ്പോൾ 60 ഇൻറ്റു 3 ചെയ്യണം. 60 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 180 ആണ് വരിക. അപ്പോൾ അതും ആൻസർ അല്ല, കാരണം നമ്മളോട് ഇവിടെ 120 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതും കട്ട് ചെയ്യാലോ. പിന്നെ നമുക്ക് ഏത് മാത്രമേ ആൻസർ വരുള്ളൂ, 400. അതിൻ്റെ 10% 30% നമുക്ക് കണ്ടുപിടിക്കാം, അതായത് 400. ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 40 ആണ്. 30% എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 10 30 ആവുക ഇൻറ്റു 3 ചെയ്യണം. അപ്പോൾ ഈ 40നെ ഇൻറ്റു 3 ചെയ്യുക, എത്ര കിട്ടും, 120. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള 400 എന്ന് കിട്ടും. ക്ലിയർ ആണോ? സെറ്റാണോ? 3 മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. 3 മെത്തേഡും ഓക്കെ ആണോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിച്ചോട്ടോ. നമ്മളിപ്പോൾ 3 മെത്തേഡും പഠിച്ചു. 3 മെത്തേഡും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, കാരണം ഏതെങ്കിലും ഒരു മെത്തേഡ് മറന്നു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. സെറ്റല്ലേ? ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. When 75% of a number is added to 75, the result is the same number. So what is the number? അതായത് ഏതോ ഒരു സംഖ്യയുടെ 75%ന്റെ കൂടെ 75 കൂടി കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ സംഖ്യ എന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതോ ഒരു സംഖ്യയുടെ 75%ന്റെ കൂടെ 75 കൂട്ടിയപ്പോൾ നമുക്ക് ആ സംഖ്യ തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാണ്? അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ നമ്പർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളോട് എന്താണ്, 100% കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ സാധനം ഫസ്റ്റ് ഓടണം. വാട്ട് ഈസ് ദ നമ്പർ, അതായത് ആ നമ്പർ കാണുക അല്ലെങ്കിൽ ഈ നമ്പർ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 100% കണ്ടെത്തുക എന്നാണ്. ആ ഒരു സാധനം നമുക്ക് കിട്ടണം. കമൻറ്റ് ചെയ്യുന്നുണ്ട്, 300 കമൻറ്റ് ചെയ്യുന്നുണ്ട്. നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 100% കിട്ടണം. ഓക്കെ, അതിൽ ഇവർ എന്ത് തന്നിട്ടുണ്ട്, 75% തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 75 കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ശതമാനം അല്ല കേട്ടോ, ഇതാണ് ശതമാനം. ഇത് വെറും രൂപയുടെ കണക്കാണ്, 75 രൂപ. ഇത് 75%. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, 100 കണ്ടുപിടിക്കണം. നമുക്കറിയാം 100 കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ എന്ത് തന്നു, 75 തന്നു. ഇനി എത്രയും കൂടി ശതമാനം കൂട്ടുമ്പോഴാണ് 100 ആവുള്ളൂ. 75ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 100 ആവുക എന്ന് കമൻറ്റ് ചെയ്തേ. 75ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 100 ആവുക, വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. 75ന്റെ കൂടെ 25 കൂട്ടുമ്പോഴല്ലേ 100 ആവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
25% കൂടി കൂട്ടുമ്പോഴാണ്, ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഈ പറഞ്ഞ 100 ആവുക എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്യണം. പക്ഷേ ഈ 25%-ന് പകരം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 75 രൂപയെ തന്നിട്ടുള്ളത്. 75% അല്ല, അവിടെ ഇപ്പൊ നമ്മളോട് ഇത്രയൊന്നും പണിയില്ല. ഈ 75%-ന്റെ കൂടെ 25% കൂട്ടി 100 നമുക്കറിയാം. പക്ഷെ നമ്മളെ കൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ തരുന്നത്. അപ്പോൾ 100%ആണ് നമുക്ക് കാണേണ്ടത്. അതിൽ ഓൾറെഡി ക്വസ്റ്റ്യനിൽ 75%-ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് എത്ര വേണ്ടത്? 25%. പക്ഷേ ഈ 25% ഇവിടെ തരുന്നതിന് പകരം അതിന് പകരമായിട്ട് നമുക്ക് എന്താ പറഞ്ഞു? 75 രൂപ എന്ന് പറഞ്ഞു. അതായത് 25% എന്ന് പറഞ്ഞാൽ 75 രൂപയാണ്. ഈ പോയിന്റ് വരെ ക്ലിയർ ആണോ? 25% എന്ന് പറഞ്ഞാൽ 75 രൂപയാണ്. സെറ്റാണോ? ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ, വേഗം ഒന്ന് ചോദിച്ചേ. 25% എന്ന് പറഞ്ഞാൽ 75 ആണെന്ന് വരെ ഉള്ളത് കിട്ടിയോ? കിട്ടിയവരൊന്ന് റിയാക്ട് ചെയ്തേ, അല്ലെങ്കിൽ കിട്ടാത്തവർ ജസ്റ്റ് ഒന്ന് ചോദിച്ചേ. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് നമുക്ക് ടോട്ടൽ 100% കാണണം. ഓക്കെ, നമുക്ക് ടോട്ടൽ 100% കാണണം. അതിൽ ക്വസ്റ്റ്യനിൽ നമ്മളോട് 75%-ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മൾ എത്ര ശതമാനം കൂടിയും കാണണം? 25%. കാരണം 75-ന്റെ കൂടെ 25 കൂട്ടുമ്പോഴല്ലേ നമുക്ക് 100 കിട്ടുക. അപ്പോൾ 25 കാണണം. അപ്പോൾ നമുക്ക് ഇവിടെ 25% തന്നിട്ടില്ല. പക്ഷെ അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? അത് 75 രൂപയെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് 25% എന്ന് പറഞ്ഞാൽ 75 രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 100% കാണാനാണ്. അതായത് ഒന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? 75/25 × 100 ചെയ്യാം. 25 100-ൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. 75 × 4 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 300 എന്ന് വരും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇക്വേഷൻ ഒന്നും കൂടി പറയാം. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് എപ്പോഴും മുകളിൽ സംഖ്യ എഴുതണം. സംഖ്യ എത്ര? 75 ആണ്. അത് എത്ര ശതമാനമാണ്? 25%. അപ്പോൾ 25 × 100 ചെയ്തു. ഈ 25-നെ 100-നെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ 4 എന്ന് കിട്ടി. 75 × 4 എന്ന് പറഞ്ഞാൽ 300 എന്ന് കിട്ടി. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അല്ലാത്തൊരു മെത്തേഡ് നമുക്കറിയാം. 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 75 രൂപയാണ്. ഓക്കെ, 25% എന്ന് പറഞ്ഞാൽ 75 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഈ 25 100 ആവാൻ നമുക്ക് എന്ത് ചെയ്യണം? 25 100 ആവാൻ എന്ത് ചെയ്യണം? 25 × 4 ചെയ്യുമ്പോഴല്ലേ 100 ആവുക. അതായത് 25-ഉം 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 4 25 കൂട്ടുമ്പോഴാണ് എന്താവുക? 100 ആവുക. അപ്പോൾ ഇവിടെ നമ്മൾ × 4 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? × 4 75 കൂട്ടണം. 75-ഉം 75-ഉം കൂട്ടിയ 150 ആണ്. അതിൻ്റെ കൂടെ പിന്നെ 2 75 കൂട്ടിയ ഒരു 150 കൂടി കിട്ടും. അങ്ങനെ ടോട്ടൽ എത്ര കിട്ടും? 300 കിട്ടും. അല്ലെങ്കിൽ 75 × 4 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 300 കിട്ടും. ഇങ്ങനെ ചെയ്താലും മതി. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നത് അത് ചെയ്താൽ മതി. സെറ്റാണോ? ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ. സെറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 7 ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തു. ഇന്ന് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. കാരണം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഈ 7 ടൈപ്പും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് റൂൾസ്. ആ റൂൾസും ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് നമുക്ക് തീർക്കാവുന്നുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഒരു ആവറേജ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ആദ്യമൊക്കെ ചെയ്തത് ഈസി ക്വസ്റ്റ്യൻസാണ്. ഇതൊക്കെ കുറച്ചും കൂടി ടഫ് ക്വസ്റ്റ്യൻസാണ്. ഇനി എന്ത് ചെയ്യും? കുറച്ചും കൂടി ടഫ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ചെയ്യാം. ഇന്ന് ഈ 7 ടൈപ്പും നിങ്ങൾക്ക് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. എവിടെയെങ്കിലും ഡൗട്ട് വന്നതോ? ഇനി നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ മൈക്ക് ഓൺ ആക്കിക്കോ. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് എങ്ങനെയുണ്ട്? നിങ്ങൾ ഇത്രയും പഠിച്ചത് വെച്ച് വേറെ ഇതെന്നൊക്കെ പഠിച്ചു വന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഓൺലൈൻ ക്ലാസ് ഒക്കെ പഠിച്ചു വന്നവരുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചേഞ്ചാണ് തോന്നിയത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ടോ? ഇപ്പോൾ മാത്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നുണ്ടോ? ജസ്റ്റ് മൈക്ക് ഓണാക്കി പറയാൻ പറ്റുന്നവരൊന്ന് പറഞ്ഞേ. ഇതിൽ കുറച്ച് പിള്ളേരൊക്കെ നമ്മുടെ പിള്ളേരാട്ടോ, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരും നമുക്ക് നേരിട്ട് അറിയുന്ന പിള്ളേരുമാണ്. ബാക്കി കുറച്ച് പിള്ളേരെ നമുക്ക് അറിയില്ല, നമ്മൾ ഈ ഓൺലൈനിൽ മാത്രം അറിയുന്നവരാണ്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ നിന്ന് നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞു കേട്ടോ. കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിലാണ് നമുക്കിത് ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾ പോസിറ്റീവും പറഞ്ഞു. ആരെങ്കിലും ഒരാളൊന്ന് ജസ്റ്റ് പറഞ്ഞു. എന്താടാ എല്ലാവരും ഇൻട്രോവർട്ടുകളാണോ? ആരെങ്കിലും ഒരാൾ പറ. നല്ല ക്ലാസ് ആയിരുന്നു, സിമ്പിളായിട്ട് തോന്നി. ദീപ്തി, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ മടിയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഈ ക്ലാസ് കഴിഞ്ഞാൽ ജസ്റ്റ് എനിക്കൊന്ന് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ ഇനി ഇമ്പ്രൂവ് ആക്കാം,
അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം എല്ലാവരും മസ്റ്റായിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. അതായത് നമുക്ക് ഡയറക്റ്റ് അറിയുന്ന പിള്ളേർ അയക്കണമെന്നില്ല, അവരെ ഞാൻ നാളെയും കാണേണ്ടതാണ്, നാളെ പറഞ്ഞാലും മതി. അല്ലാത്തവരുണ്ടല്ലോ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിക്കാത്തവരും കാര്യങ്ങളും ഉണ്ടല്ലോ, നിങ്ങൾ ഡയറക്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. ഈ ക്ലാസ് കഴിഞ്ഞ വഴിക്ക് തന്നെ ഒന്ന് മെസ്സേജ് അയക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ചേഞ്ചസ് വരുത്താനുള്ളതോ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെയാണ്, സെറ്റാണെന്ന് വിചാരിക്കുന്നു. മാത്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ മുന്നെപ്പോഴോ കേട്ട് വെച്ച വലിയ മാത്സിൻ്റെ എന്തെങ്കിലും സംഭവങ്ങളോ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളയുക. നമുക്ക് മാത്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇനി പഠിക്കാനും പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ട് ഏറ്റവും ഷോർട്ട് ടൈമിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മാത്സ് നമ്മൾ മാത്സ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ ബാക്കിയുള്ള വേക്കൻസി പരിപാടി ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഒറ്റ വേക്കൻസി മതി. അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഈ പറയുന്ന നമ്മുടെ ഈ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള എന്ത് സംഭവമാണെങ്കിലും ശരി, ഇതൊക്കെ മനുഷ്യന്മാർ ചെയ്ത കാര്യമാണ്. അപ്പം നമ്മളും മനുഷ്യന്മാരാണ്, നമുക്കും ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ, നമുക്ക് ഒരു ലിമിറ്റും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഈ ഒരു എക്സാം ചാടി കിടക്കുക, കടമ്പ കിടക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല, നിങ്ങളെ കൊണ്ടും പറ്റും. അപ്പം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക, ആ കോൺഫിഡൻസോടെ ഇരിക്കുക. ഇന്ന് മുതൽ ഇനി എക്സാം എന്നാണോ അതുവരെയും കറക്റ്റ് കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക. നിങ്ങൾ ശരിക്ക് എല്ലാം പഠിച്ച് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ഒരു പ്ലെയറിനെ പോലെയാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. എല്ലാ ടാക്ടിക്സും എല്ലാ കാര്യങ്ങളും പഠിച്ച് ഗോൾ അടിച്ച് ആ കളി, ഇപ്പോൾ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയമാണല്ലോ, അതുകൊണ്ട് അതിൽ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം, നിങ്ങളെല്ലാതും പഠിച്ച് എല്ലാ വാമപ്പും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനി ഗോൾ അടിച്ചാൽ മതി, ജയിച്ചാൽ മതി, കപ്പ് അടിച്ചാൽ മതി. ആ ഒരു സംഭവത്തിലാണ് നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്നത്. ആ റേഞ്ചിൽ മാത്രം പോവുക. റെക്കോർഡർ ക്ലാസ് നമ്മുടെ ആപ്പിലാണ്. അത് നാളെയാണ് നമ്മൾ ആപ്പ് ആക്സസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. നാളെ പറഞ്ഞുതരാം, ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതും അതെങ്ങനെ ആക്സസ് ചെയ്യണം കാര്യങ്ങളൊക്കെ നാളെ പറഞ്ഞുതരാം. അപ്പോൾ നാളെയാണ് ഇതിൻ്റെ റെക്കോർഡർ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. നാളെ കഴിഞ്ഞാൽ പിന്നെ ഡെയിലി എടുക്കുന്നത് അന്ന് തന്നെ അവൈലബിൾ ആവും. ഇത് ഈ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നാളെ നൈറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെക്കോർഡർ ക്ലാസ് കിട്ടും. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ അറിയിക്കാം എങ്ങനെയാണ്, ഏത് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ കയറേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും ദിവസം എന്തെങ്കിലും കോൺഫിഡൻറ്റ് കുറവിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. നിങ്ങൾ വിചാരിച്ചാൽ കിട്ടാവുന്നതുള്ളൂ. ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പിന്നെയും പിന്നെ എടുത്ത് പറയുന്നത്, വാക്കൻസിയുടെ കാര്യം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് കയറി പോകാൻ നിങ്ങളുടെ ഒരു വേക്കൻസി മതി. ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് പോരാടി കൊണ്ടിരിക്കുക, സിമ്പിളായിട്ട് സാധനം കിട്ടും. അപ്പം എല്ലാവർക്കും സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ, ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് റിവ്യൂ എല്ലാവരും ഒന്ന് അയക്കുക. അപ്പം എന്നാൽ ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. എന്നാൽ ശരി കേട്ടോ.